മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു. അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. സാർ 2023-24 അധ്യയന വർഷം മുതൽ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധം പ്ലക്കാർഡുകൾ മുദ്രാവാക്യം സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ നിരക്കുകയായിരുന്നു. തുടർന്ന് ചോദ്യോത്തര വേള തടസ്സപ്പെട്ടു. സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി തുടർന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണ, സഭാ നടപടികൾ പുരോഗമിക്കാൻ കഴിയാത്ത വിധം പ്രതിഷേധം ശക്തമായതുകൊണ്ട് നടപടികൾ നിർത്തുകയായിരുന്നു അല്ലേ? മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതിനിടെയാണ് നാടകീയമായി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കമുണ്ടായത്. രണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അൻവർ സാദത്തും സനീഷ് കുമാർ ജോസഫും ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. കയറുന്ന ആ അവസരത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ വാച്ച് ആൻഡ് വാർഡ് ഇരച്ചു വന്ന് അവരെ ഡയസിൽ നിന്ന് പുറത്തേക്ക് നീക്കുകയുണ്ടായി. ഇതോടെ സ്പീക്കർ ഉടൻ തന്നെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. സഭാ നടപടികൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളും സ്പീക്കർ പോയതോടെ തന്നെ ഡയസിന് മുന്നിൽ നിന്ന് മാറി അവരുടെ സീറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും സഭാ നടപടികൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി വലിയ പ്രതിഷേധമാണ് ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാടിനെതിരെ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അതായത് പ്രതിപക്ഷ അംഗങ്ങളെ ഭരണഘടന പഠിപ്പിക്കാൻ സ്പീക്കർ തന്നെ മുൻകൈയെടുത്ത് അംഗങ്ങളെ ഭരണഘടന പഠിപ്പിക്കണം എന്ന വിഷയം ഉന്നയിച്ചു. മാത്രമല്ല, ഈ സ്വർണ്ണം കെട്ടതാരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന വിമർശനം ഉന്നയിക്കുന്ന പാട്ട് അതെന്തിനാണ് ഇങ്ങനെ പാടേണ്ടത്? സ്വർണ്ണം കെട്ടവരെ സംരക്ഷിക്കുന്നത് സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്ന് പാടണം എന്ന വിമർശനം ഉന്നയിച്ചു. ഈ ഒരു അവസരത്തിലാണ് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഉടൻ തന്നെ വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് ഈ അംഗങ്ങളെ അവിടെ നിന്ന് നീക്കി. എന്തായാലും സ്പീക്കർ ഇപ്പോൾ തൽക്കാലത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 3/4 മണിക്കൂർ 40 മിനിറ്റ് നേരവും വലിയ പ്രതിഷേധത്തോടെയാണ് സഭാ നടപടികൾ മുന്നോട്ട് പോയത്. പ്രതിപക്ഷ അംഗങ്ങൾ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചത് പ്രകാരം സഭയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ മാറിയിരുന്നില്ല. അവിടെ വന്നു നിന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം വിളികളായിരുന്നു. പല ഘട്ടത്തിലും സംസാരിച്ച മന്ത്രിമാരും ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷത്തെ വിമർശിച്ചു. മാത്രമല്ല, ചില ഭരണപക്ഷ അംഗങ്ങൾ അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളത്തിനടുത്തേക്കെത്തി മുദ്രാവാക്യം വിളിക്കുന്നു. ഈ പ്രതിപക്ഷ മുദ്രാവാക്യത്തിന് ബദലായുള്ള മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഉന്നയിക്കാനും മന്ത്രിമാർക്ക് മറുപടി പറയാനും കഴിയാത്ത തരത്തിലുള്ള മുദ്രാവാക്യം വിളിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ കർക്കശ സ്വരത്തിൽ പറയുന്ന സ്ഥിതിയുമുണ്ടായി. എന്തായാലും സംസാരിച്ച മന്ത്രിമാരിൽ എം പി രാജേഷും വി ശിവൻകുട്ടിയുമാണ് പ്രതിപക്ഷത്തെ പലവിധ വിഷയങ്ങൾ ഉന്നയിച്ച് വിമർശിച്ചത്. ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനമാണ് മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ചത്. ഓരോ ചോദ്യത്തിനും മറുപടി പറയുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ഈ സഭയ്ക്കകത്ത് പ്രതിഷേധത്തിനുള്ള പ്രതികരണം കൂടി എം പി രാജേഷ് നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും 9:43 ആയിരിക്കുന്നു. 10 മണിയോടെ ചോദ്യോത്തരവേളയുടെ സമയം അവസാനിക്കും. ഇനി ചോദ്യോത്തരവേള സമയത്ത് സ്പീക്കർ എത്താനുള്ള സാധ്യത കുറവാണ്. ഇനി ശൂന്യവേള ആരംഭിക്കുന്ന അവസരത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷം റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടില്ല. കാരണം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നില്ല. പകരം തുടക്കം മുതൽ തന്നെ പ്രതിഷേധിച്ചാൽ മതി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലുള്ള പ്രതിഷേധം ചോദ്യോത്തരവേള മുതൽ തന്നെ സഭയ്ക്കകത്ത് ഉന്നയിച്ചാൽ മതി എന്ന തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതും. എന്തായാലും ശൂന്യവേള തുടങ്ങുമ്പോഴും സ്ഥിതി മറിച്ചാകില്ല. പ്രതിപക്ഷ പ്രതിഷേധം സഭയ്ക്കകത്ത് നടക്കുക തന്നെ ചെയ്യും. ഈ ഒരു അന്തരീക്ഷത്തിൽ സഭയ്ക്കകത്ത് ഇന്ന് സഭാ നടപടികളുമായി മുന്നോട്ട് പോവുക
സ്പീക്കർക്ക് എളുപ്പമാകില്ല. അങ്ങനെയെങ്കിൽ ശൂന്യവേള ചോദ്യോത്തരവേളയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സഭാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയാനാണ് സാധ്യത. ഇന്നിപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനുകളും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ച 2ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസമെല്ലാം ബജറ്റ് ചർച്ചയ്ക്ക് മുൻപ് തന്നെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണപക്ഷ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമായിരുന്നു ബജറ്റിന്മേലുള്ള ചർച്ച നടന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമൊന്നും തന്നെ സഭയ്ക്കകത്ത് കേട്ടുമില്ല. അപ്പോൾ ഈ നിലയിൽ മാത്രമല്ല, അടിയന്തര പ്രമേയ നോട്ടീസിന് തന്നെ സ്പീക്കർ അനുമതി നൽകാത്തതുകൊണ്ട് തന്നെ പലവിധ വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിഷയം, അതുപോലെ തന്നെ തടവുകാരുടെ പരോൾ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിന് നോട്ടീസിന് തന്നെ അനുമതി കിട്ടാത്തതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരമുണ്ടായില്ല. നോട്ടീസ് അവതരിപ്പിക്കുന്ന ആൾക്കും പ്രതിപക്ഷ നേതാവിനും ഒന്നും തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മറ്റ് ബജറ്റ് ചർച്ചയുടെ വേളയിലും പ്രതിപക്ഷം സംസാരിക്കുന്നില്ല, പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിലാണ് സഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ പിരിയുന്ന തരത്തിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ മുതൽ ആ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയും ചെയ്തത്.